ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. ഇന്ത്യയിലെ ഒരു പ്രേത നഗരത്തിൻ്റെ കഥ. വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ രാജസ്ഥാൻ ചരിത്രത്തിൽ എപ്പോഴും വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ഒരിടമാണ്. രജപുത്ര രാജാക്കന്മാരുടെ വീരകഥകൾ രചിക്കപ്പെട്ട സ്ഥലം. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച പൗരാണിക കോട്ടകൾ ഇന്നും പർവ്വതം പോലെ തലയുയർത്തി നിൽക്കുന്നു. സംഗീതം, നൃത്തം, മറ്റ് കലകൾ എന്നിവ നൂറ്റാണ്ടുകളായി ഇവിടെ തഴച്ചു വളരുന്നു. ജയ്പൂർ, ഉദയ്പൂർ, ജയ്സാൽമീർ, ജോധ്പൂർ തുടങ്ങിയ രാജസ്ഥാനിലെ നഗരങ്ങൾ ആയിരക്കണക്കിന് ചരിത്ര കഥകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ നാണയത്തിനും രണ്ട് വശങ്ങളുള്ളതുപോലെ രാജസ്ഥാനിലും ഒരു വശത്ത് സൗന്ദര്യവുമുണ്ട്, മറുവശത്ത് നൂറ്റാണ്ടുകളായി അവിടുത്തെ മണലാരണ്യത്തിൽ മറഞ്ഞുകിടക്കുന്ന നിരവധി രഹസ്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ജയ്സാൽമീറിൽ നിന്ന് ഏകദേശം 18-20 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ളത്. അവിടെ വീടുകളുണ്ടെങ്കിലും താമസിക്കുവാൻ ആരുമില്ല. ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ വിഗ്രഹങ്ങളില്ല. ഒരു കാലത്ത് ഈ ഗ്രാമം സമ്പന്നവും മനോഹരവുമായിരുന്നു. അവിടെ പാലിവാൾ ബ്രാഹ്മണർ താമസിച്ചിരുന്നു. അവിടെ ആഘോഷവും ജീവിതവും ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ആ ഒറ്റ രാത്രിയിൽ ഗ്രാമവാസികൾ തങ്ങളുടെ വീടുകളും ക്ഷേത്രങ്ങളും വയലുകളും എല്ലാം ഉപേക്ഷിച്ച് എവിടെയോ പോയി മറഞ്ഞു. എന്നിട്ടൊരിക്കലും തിരികെ വന്നില്ല. പോകുമ്പോൾ അവർ ആ സ്ഥലത്തിന് ഒരു ശാപം നൽകി. ഈ ഗ്രാമം ഒരിക്കലും വീണ്ടും വാസയോഗ്യമാകില്ലെന്ന്. അതിനുശേഷം ആ ഗ്രാമത്തിലെ തെരുവുകൾ നിശബ്ദതയിൽ മുങ്ങി. അതിനുശേഷം 200 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ ഗ്രാമം വിജനമായി കിടക്കുന്നു. കാറ്റുപോലും അടക്കം പറഞ്ഞ് നിശബ്ദമാകുന്ന ഒരിടം. രാത്രിയുടെ നിശബ്ദതയിൽ പോലും കാൽപ്പെരുമാറ്റ ശബ്ദങ്ങളും സ്ത്രീകളുടെ കരച്ചിലും കുട്ടികളുടെ കളിചിരികളും കേൾക്കാറുണ്ട്. ഇവിടെ അതിക്രമിച്ച് താമസിക്കുവാൻ കയറിയവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചാൽ ആരും പോകാത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രേതബാധയുള്ള ഗ്രാമമായി കണക്കാക്കപ്പെടുന്ന കുൽധാരയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മധ്യകാലഘട്ടത്തിൽ ജയ്സാൽമീറിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ അകലെ താർ മരുഭൂമിയൊക്കെ സ്ഥിതി ചെയ്യുന്ന മാർവാറിലെ പാലി എന്ന പ്രദേശത്ത് ആയിരക്കണക്കിന് ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അവർ ഗൗഡ് വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരായിരുന്നു. പാലിയിൽ താമസിച്ചിരുന്നതിനാൽ അവർ പാലിവാൾ എന്ന് അറിയപ്പെട്ടു. പാലിവാൾ ബ്രാഹ്മണർ കച്ചവടം ചെയ്തിരുന്നു. അവർ അവരുടെ ബിസിനസ് വളരെ വലിയ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചു. ആയതിനാൽ തന്നെ അവർ വളരെ ധനികരായിരുന്നു. കനൗജിലെ ഗഹ്ദവാല രാജവംശത്തിൻ്റെ പിൻഗാമിയായ റാവോ സിഹ പാലി എന്ന പ്രദേശത്ത് റാത്തൂർ എന്ന അവരുടെ രാജവംശം സ്ഥാപിച്ചു. അങ്ങനെ ആ പാലിവാൾ ബ്രാഹ്മണ സമൂഹങ്ങളെല്ലാം ആ രാജഭരണത്തിന് കീഴിലായി. കച്ചവടത്തിലൂടെ വളരെ സമ്പന്നതയിലായിരുന്ന പാലിവാൾ ബ്രാഹ്മണരായിരുന്നു രാജാവിന് കൂടുതൽ നികുതി നൽകിയിരുന്നത്. ആയതിനാൽ തന്നെ റാവോസിഹ രാജാവിന് പാലിവാൾ ബ്രാഹ്മണർ പ്രിയപ്പെട്ടവരായിരുന്നു. 1270 ആകുന്ന ആ കാലഘട്ടത്ത് ആ പാലി പ്രദേശമാകെ ഭീതിമുനയിലാഴ്ത്തുന്ന മുസ്ലിം രാജാക്കന്മാരുടെ അധിനിവേശങ്ങൾ ഉണ്ടായിരുന്നു. പാലി ബ്രാഹ്മണർ സമ്പന്നരായിരുന്നതിനാൽ തന്നെ അധിനിവേശ മുസ്ലിം രാജാക്കന്മാർ അവരെ കൊള്ളയടിക്കുമോ എന്ന ഭയം അവരിലുണ്ടായി. തുടർന്ന് അവർ ഭയപ്പെട്ടതുപോലെ തന്നെ അധിനിവേശക്കാരിൽ നിന്ന് അവർക്കെപ്പോഴും ഭീഷണിയുണ്ടായി. അതിനാൽ ആ കൊള്ളക്കാരിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കണമെന്ന് അവർ രാജാവ് റാഹോസിഹയോട് അഭ്യർത്ഥിച്ചു. രാജാവ് റാഹോസിഹ പാലിവാൾ ബ്രാഹ്മണരെ സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകി. പാലിവാൾ ബ്രാഹ്മണർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം റാവോസിഹ അവരുടെ സംരക്ഷണത്തിനായി യുദ്ധം ചെയ്തു. എന്നാൽ 1273 രാജാവ് റാഹോസിഹ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. തുടർന്ന് പാലി എന്ന ആ പ്രദേശം ഉൾപ്പെടെ മാൾവാറിലെ എല്ലായിടത്തും അധിനിവേശക്കാരുടെ ഭീഷണി ഉയർന്നു. അധിനിവേശക്കാർ പാലിവാൾ ബ്രാഹ്മണരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അവർ വെള്ളം കുടിച്ചിരുന്ന പാലിവാറുകളുടെ ഗ്രാമത്തിലെ കുളത്തിൽ ഒരു പശുവിനെ കൊന്നെറിഞ്ഞു. ആ അധിനിവേശ കൊള്ളക്കാരുടെ സൈന്യത്തിനെതിരെ എതിർത്ത് നിൽക്കാനും പോരാടാനും ശ്രമിച്ചുവെങ്കിലും അവർ പരാജയപ്പെടുകയും നിരവധി പാലിവാറുകൾ കൊല്ലപ്പെടുകയും ചെയ്തു.
ജീവനോടെ അവശേഷിച്ചവർക്ക് അവരുടെ പാലി എന്ന ആ പ്രദേശം വിട്ടുപോകേണ്ടി വന്നു. പാലി ഉപേക്ഷിച്ച് ആ ബ്രാഹ്മണ സമൂഹങ്ങൾ രാജസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ ഒരു വിഭാഗം ഗംഭീരമായ മാളികകൾക്ക് പേരുകേട്ട ജയ്സാൽമീറിലെത്തി. അന്ന് അവിടെ ജയ്സാൽമീറിലെ ഭരണാധികാരിയായിരുന്ന മഹാരാവൾ ജയ്സാൽമീറിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ ഒരു പുതിയ വാസസ്ഥലം സ്ഥാപിക്കുവാൻ പാലിവാൾ ബ്രാഹ്മണർക്ക് വലിയൊരു ഭൂപ്രദേശം അനുവദിച്ചു നൽകി. ഈ മണൽ നിറഞ്ഞ ഭൂപ്രദേശത്ത് പുതിയൊരു വാസസ്ഥലം സ്ഥാപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പാലിവാൾ ബ്രാഹ്മണർ പണ്ഡിതരും കഠിനാധ്വാനികളായ കർഷകരും നല്ല വ്യാപാരികളുമായിരുന്നു. ആയതിനാൽ അവർക്ക് എത്ര കഷ്ടപ്പെടുന്നതിനും ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മനുഷ്യവാസ കേന്ദ്രങ്ങൾ കെട്ടിപ്പടുത്തിരുന്നത് ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലായിരുന്നു. മരുഭൂമി പോലെ പൂഴിമണ്ണാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശത്തിലൂടെ കാഗ്നി നദി ഒഴുകുന്നുണ്ടായിരുന്നു. ആയതിനാൽ ആ നദിയുടെ തീരത്ത് പാലിവാൾ ബ്രാഹ്മണർ തങ്ങളുടെ ഗ്രാമം സ്ഥാപിക്കുക മാത്രമല്ല എല്ലാ രീതിയിലും സമൃദ്ധമാക്കുകയും ചെയ്തു. മരുഭൂമി പോലെ കിടന്നിരുന്ന ആ പ്രദേശത്ത് ചൂട് വളരെ കൂടുതലായിരുന്നു. ആയതിനാൽ കളിമണ്ണും ചുണ്ണാമ്പും കല്ലുകളും കൊണ്ട് വലിയ ജാലകങ്ങളുള്ള വീടുകൾ നിർമ്മിച്ചു. മണൽ നിറഞ്ഞ ആ മരുഭൂമിയിൽ അവർ പുതിയ ജലസേചന സംവിധാനങ്ങൾ വികസിപ്പിച്ചു. അവിടെ കിണറുകളും ജലസേചനത്തിനായി കനാലുകളും നിർമ്മിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കാലത്ത് മണൽ നിറഞ്ഞതും തരിശുമായി കിടന്ന ഭൂമിയിൽ പച്ചപ്പുള്ള വയലുകൾ സമൃദ്ധമായി. അവർ നെല്ലുകളും ഗോതമ്പുകളും മറ്റ് ധാന്യവിളകളും കൃഷി ചെയ്തു. പാലിവാൾ ബ്രാഹ്മണർ കരകൗശല വിദഗ്ധർ കൂടിയായിരുന്നതിനാൽ അവർ മനോഹരമായ ഡിസൈനുകളുള്ള കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ വീടുകളുടെ ഭിത്തികൾ അവർ മനോഹരമാക്കിയിരുന്നു. ഇവിടെ ഹിന്ദു ആചാരങ്ങൾ പാലിക്കപ്പെട്ടു. ഹോളി, ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങളിൽ ആ ഗ്രാമങ്ങളിലെ ഓരോ തെരുവുകളും തിളങ്ങിയിരുന്നു. ഈ മനോഹരവും ചിട്ടയുമായ ഗ്രാമത്തിന് അവർ ഖുൽധാര എന്നു പേര് നൽകി. അങ്ങനെ 1291 ഖുൽധാര എന്ന ഗ്രാമം സ്ഥാപിച്ചു. പിന്നീട് പല കാലങ്ങളിലായി കൂടുതൽ ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടേക്ക് വന്നു ചേർന്നു. അന്നൊക്കെ ഖുൽധാരയിൽ ഒരു പതിവുണ്ടായിരുന്നു. പുറമേ നിന്നും തങ്ങളുടെ ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഇവിടേക്കെത്തിയാൽ ഇവിടെയുള്ള ഓരോ കുടുംബാംഗങ്ങളും ചെത്തുമിനുക്കിയ ഒരു കല്ലും ഒരു സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകിയാണ് അവരെ സ്വീകരിച്ചിരുന്നത്. കല്ല് ആ പുതിയ കുടുംബാംഗങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനും സ്വർണ്ണ നാണയം അവർക്ക് കച്ചവടമോ കൃഷിയോ തുടങ്ങാനുള്ള മൂലധനവും. അത്തരത്തിൽ പാലിവാൾ ബ്രാഹ്മണർ ആ ഖുൽധാരയ്ക്ക് ചുറ്റുമായി മറ്റ് 83 ഗ്രാമങ്ങൾ കൂടി സ്ഥാപിച്ചു. അങ്ങനെ ഒരു കാലത്ത് കല്ലുകളും മണൽ നിറഞ്ഞ ഭൂമിയും മാത്രമായിരുന്നിടത്ത് മനോഹരമായ ഗ്രാമങ്ങളും ചന്തകളും സ്ഥാപിതമായി. കഠിനാധ്വാനം ചെയ്ത് ആ ബ്രാഹ്മണർ പാലിയിലേതുപോലെ തന്നെ ഇവിടെയും സമൃദ്ധിയിലേക്ക് വളരാൻ തുടങ്ങി. ഖുൽധാരയിലെ ജനങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം സിൽക്ക് റൂട്ട് വഴിയുള്ള വ്യാപാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള വ്യാപാരം പാലിവാൾ ബ്രാഹ്മണരുടെ കച്ചവട യാത്രാ സംഘങ്ങളിലൂടെയാണ് കടന്നുപോയിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്വർണം, രത്നങ്ങൾ, ആനക്കൊമ്പ്, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ സിൽക്ക് റൂട്ട് വഴിയെത്തുന്ന വ്യാപാരികൾ പാലിവാലുകളുടെ കച്ചവടക്കാർ വഴി വിറ്റിരുന്നു. ഈ വ്യാപാര ബന്ധം ഖുൽധാരയെ സമ്പന്നമാക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിലെ തെരുവുകൾ സ്വർണം പോലെ തിളങ്ങി. ആ കാലഘട്ടത്തിൽ ഖുൽധാരയിലെ പാലിവാലുകൾ അത്രയധികം സമ്പന്നരായിരുന്നുവെന്നും അവർ തങ്ങളുടെ വീടുകളിൽ സ്വർണം, വെള്ളി പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും അവരുടെ വയലുകളിൽ സമൃദ്ധിയോടെ ധാന്യങ്ങൾ വളർന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. അവർ വളരെ സാധാരണയായി ജീവിച്ചു. എന്നാൽ അവരുടെ നിലവറകളിൽ സ്വർണവും വെള്ളിയും ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഏകദേശം 500 വർഷത്തോളം ഈ സമൂഹം അതേ സന്തോഷത്തോടും സമൃദ്ധിയോടുമായിരുന്നു അവിടെ ജീവിച്ചു വന്നിരുന്നത്. അവരുടെ കഠിനാധ്വാനം കൊണ്ടവർ അഭിവൃദ്ധി പ്രാപിച്ചു. അവരുടെ അഭിവൃദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ദൂരെ ദിക്കിലേക്കും വ്യാപിച്ചു. നൂറ്റാണ്ടുകളുടെ കടന്നുപോകലിന് ശേഷം 1720കളിൽ ജയ്സാൽമീറിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. മഹാരാവൽ ജഗ്സിംഗ് അധികാര സിംഹാസനത്തിലെത്തി. അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു രാജാവായിരുന്നു. വളരെ കാലമായി സാലിം സിംഗ് മേത്തയായിരുന്നു അവിടുത്തെ ദിവാൻ.
അദ്ദേഹം വളരെ തടിമിടുക്കും സ്വാധീനമുള്ളൊരു വ്യക്തിയായിരുന്നു. ആയതിനാൽ സാലിം സിംഗ് എന്ന ദിവാൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു. ഭരണകാര്യങ്ങളിൽ പോലും ഇടപെടാനുള്ള സ്വാധീനം ദിവാനായ സാലിം സിംഗ് മേത്തയ്ക്കുണ്ടായിരുന്നു. മഹാരാവൽ ജഗ്സിംഗ് അദ്ദേഹത്തിൻ്റെ കളിപ്പാവയായി മാറി. കുൽധാരയിലെ ജനങ്ങൾക്ക് മറ്റ് ജയ്സാൽമേർ രാജാക്കന്മാരെ പോലെ തന്നെ മഹാരാവൽ ജഗ്സിംഗുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അവർ കൃത്യസമയത്ത് നികുതി നൽകുകയും സംസ്ഥാനത്തിൻ്റെ ക്ഷേമപ്രവർത്തനത്തിനായി എല്ലാ സഹായങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മഹാരാവൽ ജഗ്സിംഗിൻ്റെ വിവാഹ സമയത്ത് കുൽധാരയിലെ ഗ്രാമവാസികൾ ധാരാളം സ്വർണവും വെള്ളിയും സമ്മാനമായി നൽകുകയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ രാജകുടുംബത്തിൽ നിന്നും കുൽധാര ഗ്രാമവാസികൾക്ക് വലിയ ബഹുമാനം ലഭിച്ചിരുന്നു. എന്നാൽ ആ സംസ്ഥാനത്തെ വളരെ സ്വാധീനമുള്ള ദിവാനായിരുന്ന സാലിം സിംഗ് മേത്ത ആളുകളെ വളരെയധികം പീഡിപ്പിച്ചിരുന്ന ഒരു ദുഷ്ടനായിരുന്നു. അദ്ദേഹം എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും വളരെ ക്രൂരതയോടെ നികുതി പിരിച്ചിരുന്നു. ആർക്കെങ്കിലും കൃത്യസമയത്ത് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം അവരുടെ കുടുംബത്തെ പരസ്യമായി അവമാനിക്കുകയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, സാലിം സിംഗ് മേത്തയുടെ സൈന്യം ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറി ധാന്യങ്ങൾ, കന്നുകാലികൾ, ആഭരണങ്ങൾ പോലും കൊള്ളയടിച്ചിരുന്നു. ദിവാൻ സാലിം സിംഗ് മേത്തയുടെ സ്വേച്ഛാധിപത്യം അത്രത്തോളം വർദ്ധിച്ചു. പല ഗ്രാമങ്ങളിലും അദ്ദേഹത്തെ ക്രൂരൻ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ അത് സംഭവിക്കാൻ പോവുകയായിരുന്നു. ഏതാണ്ട് 500 വർഷങ്ങളായി കുൽധാരയിലും സമീപ ഗ്രാമങ്ങളിലുമായി താമസിച്ചിരുന്ന പാലിവാൾ ബ്രാഹ്മണരുടെ സന്തോഷകരമായ ജീവിതത്തെ എന്നേക്കുമായി തകർക്കുന്ന ആ ദിവസങ്ങൾ വന്നെത്തി. മരുഭൂമിയിലെ വളരെ വിജനമായ പ്രദേശത്തെ ഒരു ഗ്രാമമായിരുന്നു കുൽധാര. ആയതിനാൽ തന്നെ ദിവാൻ സാലിം സിംഗ് മേത്ത ഈ കുൽധാരയെ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കുൽധാരയിലെ പാലിവാൾ ബ്രാഹ്മണർ നികുതി അടച്ചിരുന്നത് കൊട്ടാരവും രാജാവുമായുള്ള ബന്ധമുണ്ടായിരുന്നതിനാൽ നേരിട്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ദിവാൻ സാലിം സിംഗ് മേത്തയുടെ ശ്രദ്ധ വിദൂര മരുഭൂ ഗ്രാമമായ കുൽധാരയിലും അവിടെ വസിക്കുന്ന പാലിവാൾ ബ്രാഹ്മണരിലും പതിയുന്നത്. കാരണം പാലിവാൾ ബ്രാഹ്മണർ സമ്പന്നരാണെന്ന പ്രശസ്തി നാടാകെ പരന്നിരുന്നു. അങ്ങനെ 1825 ഒരു ദിവസം ദിവാനായ സാലിം സിംഗ് മേത്ത തൻ്റെ പരിവാരങ്ങളുമൊത്ത് മരുഭൂമിയിലെ വിദൂര ഗ്രാമമായ കുൽധാര സന്ദർശിക്കാനായി എത്തി. മറ്റൊരു ഗ്രാമത്തിലും കാണാത്ത വൃത്തിയും സൗന്ദര്യവും കുൽധാരയിൽ കണ്ട ദിവാൻ സാലിം സിംഗ് മേത്തയ്ക്ക് ആ ഗ്രാമത്തോടും ആ ഗ്രാമത്തെ ഇത്രയും മനോഹരമായി പരിപാലിക്കുന്ന ഗ്രാമവാസികളോടും വല്ലാത്ത മതിപ്പുണ്ടായി. ഇതിനിടയിൽ ആ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നും വെള്ളം ശേഖരിക്കുകയായിരുന്ന ചില സ്ത്രീകളിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുപെട്ടു. അവരിൽ ഒരാൾ കുൽധാര ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ്റെ 16 വയസ്സുള്ള മകളായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ 50 വയസ്സുകാരനായ ദിവാൻ സാലിം സിംഗ് മേത്തയ്ക്ക് അവളോട് പ്രണയം തോന്നി. ഗ്രാമമുഖ്യൻ്റെ മകളുടെ സൗന്ദര്യത്തിൽ അത്രയും ഭ്രമിച്ചുപോയ ദിവാന് അവളെ എങ്ങനെയും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ദിവാൻ സാലിം സിംഗ് മേത്ത വിവാഹാലോചനയുമായി ഗ്രാമമുഖ്യൻ്റെ വീട്ടിലെത്തി. സാലിം സിംഗിന് 7 ഭാര്യമാരും ഡസൻ കണക്കിന് വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം എപ്പോഴും സുന്ദരികളായ പെൺകുട്ടികളെ തേടുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ദിവാൻ സാലിം സിംഗ് കുൽധാരയിലെ ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യമുന്നയിച്ചെത്തിയപ്പോൾ ഗ്രാമമുഖ്യൻ്റെയും മറ്റ് ഗ്രാമവാസികളുടെയും മുഖത്തിൻ്റെ സന്തോഷം മങ്ങി. തങ്ങളുടെ ജീവിത ചിട്ടകൾക്ക് വിരുദ്ധമായി മറ്റൊരാൾക്ക് തങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ തയ്യാറാകാത്തവരായിരുന്നു കുൽധാരയിലെ പാലിവാൾ ബ്രാഹ്മണർ. ആയതിനാൽ തന്നെ ദിവാന്റെ വിവാഹാഭ്യർത്ഥന സ്വീകരിക്കുവാൻ കുൽധാരയിലെ ഗ്രാമമുഖ്യൻ തയ്യാറായില്ല. അദ്ദേഹം തന്ത്രപരമായി ഒഴികിഴിവുകൾ പറഞ്ഞ് ഈ വിവാഹാലോചനയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മകളുടെ വിവാഹം നേരത്തെ തന്നെ മറ്റൊരാളുമായി ഉറപ്പിച്ചിരിക്കുകയാണെന്നും ആ വിവാഹം ഉടൻ നടക്കുമെന്നും ഗ്രാമമുഖ്യൻ സാലിം സിംഗിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ദിവാനായ സാലിം സിംഗ് മേത്ത അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഗ്രാമമുഖ്യൻ്റെ മകളെ തനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന വാശിയിൽ ഉറച്ചു നിന്നു. തൻ്റെ ആ ആവശ്യം അംഗീകരിക്കുന്നതുവരെ കുൽധാരയിലും ചുറ്റുമുള്ള മറ്റ് 83 പാലിവാൾ ഗ്രാമങ്ങൾക്കും നികുതി നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങായി വർദ്ധിപ്പിച്ചു. എന്നാൽ കൂടുതൽ നികുതി നൽകുന്നതിൽ കുൽധാരയിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ
തങ്ങളുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ദിനചര്യകൾക്കും വിരുദ്ധമായി തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ ദിവാൻ സാലിം സിംഗിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതെല്ലാം ഒറ്റക്കെട്ടായി നേരിടാൻ കുൽധാരയിലെ പാലിവാൻ ബ്രാഹ്മണ ഗ്രാമവാസികൾ തയ്യാറായിരുന്നു. ഈ ഐക്യമായിരുന്നു അവരുടെ വളർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും മൂലകാരണം. അക്കൂട്ടത്തിലെ ഒരു മകളുടെ കാര്യമായിരുന്നതിനാൽ തന്നെ അതൊരൽപ്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. ദിവാൻ സാലിം സിംഗ് മേത്ത വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും നികുതി 10 മടങ്ങായി വർദ്ധിപ്പിച്ചിട്ടും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ദിവാൻ സാലിം സിംഗ് ദേഷ്യം കൊണ്ട് ഭ്രാന്തനായി. ഈ വിവാഹം നടന്നില്ലെങ്കിൽ തൻ്റെ സൈന്യവുമായി കുൽധാര ഗ്രാമത്തെ ആക്രമിക്കുമെന്നും ഗ്രാമങ്ങൾ മുഴുവൻ നശിപ്പിച്ച് ആ പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അതിനാൽ കല്യാണത്തിനുള്ള തീരുമാനമെടുക്കാൻ പൗർണമി വരെ സമയം നൽകി ദിവാൻ സാലിം സിംഗ് മേത്ത അവിടെ നിന്നും മടങ്ങി. കുൽധാരയിലും ചുറ്റുമുള്ള 83 പാലിവാൻ ബ്രാഹ്മണ ഗ്രാമങ്ങളിലും ഇത് വലിയ ചർച്ചയായി. അവരുടെ സന്തോഷം മങ്ങി. തുടർന്ന് ഗ്രാമത്തിലെ എല്ലാ മുതിർന്നവരും ഒരുമിച്ച് കൂടി അവർ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ചർച്ചകൾ ചെയ്തു. ദിവാൻ സാലിം സിംഗ് മേത്തയുടെ ഈ ഭീഷണികൾ രാജാവായ മഹാരാവൽ ജഗ്സിംഗിനെ കണ്ട് ബോധ്യപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. എന്നാൽ ദിവാൻ സാലിം സിംഗ് ആ കൂടിക്കാഴ്ചയ്ക്കുള്ള എല്ലാ വഴികളും അടച്ചു. അങ്ങനെ അവർക്ക് മഹാരാവൽ ജഗ്സിംഗിനെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുൽധാര ഗ്രാമവാസികൾ ഇനി എന്തു ചെയ്യുമെന്നും എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നൊന്നും അറിയാതെ പരിഭ്രാന്തരായി. അതേ തുടർന്ന് അവർ നിരവധി തവണ പഞ്ചായത്ത് ചേർന്നു. പക്ഷേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ദിവാൻ സാലിം സിംഗ് മേത്തയിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ പല വഴികളും തേടി. പക്ഷേ ഒരു തന്ത്രവും ഫലിച്ചില്ല. ഒടുവിൽ കുൽധാരയിലെ ഗ്രാമമുഖ്യൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ ദിവാൻ സാലിം സിംഗ് എത്തുമെന്ന് പറഞ്ഞിരുന്ന ആ ദിവസത്തിൻ്റെ തലേ ദിവസമായ പൗർണമി ദിവസമെത്തി. ഗ്രാമത്തിൽ വീണ്ടും പഞ്ചായത്ത് ചേർന്നു. ഇത്തവണ ഒരു തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം പിറ്റേ ദിവസം ദിവാൻ സാലിം സിംഗ് എത്തും. അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം അദ്ദേഹം ഈ ഗ്രാമത്തിൽ കൂട്ടക്കൊല നടത്തുമെന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും അയാളുടെ ഇരയാകുമെന്നും കുൽധാരയിലെ ഗ്രാമമുഖ്യൻ്റെ മകളെ അദ്ദേഹം ബലമായി കൂട്ടിക്കൊണ്ടു പോകുമെന്നും ആ ഗ്രാമവാസികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ കുൽധാരയിലും ചുറ്റുമുള്ള 83 ഗ്രാമവാസികളിലെയും പാലിവാൾ ബ്രാഹ്മണർ ഒരുമിച്ച് കൂടി ആ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്തൊക്കെ വന്നാലും തങ്ങളുടെ മകളെ ദിവാൻ സാലിം സിംഗിന് കൊടുക്കില്ല. അതിനാൽ പിറ്റേന്ന് നേരം പുലരുന്നതിന് മുന്നേ തന്നെ ആ പാതിരാത്രി ആ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് പോകാമെന്ന് തീരുമാനിക്കുന്നു. ഈ തീരുമാനത്തിൽ കുറച്ചു നേരം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. എത്ര കഷ്ടപ്പെട്ടാണ് ആ മരുഭൂമിയിൽ അവർ വീടുകൾ നിർമ്മിച്ചത്. എത്ര നൂറ്റാണ്ടുകളുടെ മുൻ തലമുറക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഗ്രാമങ്ങൾ. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നത് വളരെ പ്രയാസകരമായ തീരുമാനമായിരുന്നു. എന്നാൽ തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി കുൽധാര ഉൾപ്പെടെ 84 ഗ്രാമങ്ങളിലെ 20,000-ഓളം ഗ്രാമവാസികളും ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആ രാത്രിയിൽ തന്നെ തങ്ങളുടെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് ജയ്സാൽമീറിൽ നിന്ന് എങ്ങോട്ടൊന്നില്ലാതെ പോകാൻ തയ്യാറായി. സ്ത്രീകൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കെട്ടിപ്പൊതിഞ്ഞു. പുരുഷന്മാർ അക്കാലത്തെ അവരുടെ ഏറ്റവും പ്രധാന വാഹനമായിരുന്ന കാളവണ്ടിയിൽ കാളകളെ കെട്ടി. തങ്ങളുടെ കുലമര്യാദ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജയ്സാൽമീറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായി. അവർ കത്തുന്ന അടുപ്പുകൾ അതുപോലെ ഉപേക്ഷിച്ചു. കാളവണ്ടികളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര സാധനങ്ങളും എടുത്തു. അവരുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ കൂടെ കരുതി. എല്ലാവരും ആ രാത്രിയിൽ വീടുകളിൽ നിന്നും ഒരുമിച്ചിറങ്ങി. നൂറ്റാണ്ടുകളായി അവർ താമസിച്ചിരുന്ന കുൽധാരയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഉപേക്ഷിച്ചു പോകുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവസാനമായി ആ മണ്ണിൽ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. കുൽധാര വിട്ട് ആ ബ്രാഹ്മണ സമൂഹം നീങ്ങുമ്പോൾ അവർ ഒന്നുകൂടി ആ ഗ്രാമത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ടവർ ആ ഗ്രമത്തെ നോക്കി ശപിച്ചു. തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഈ ഗ്രാമം ഇനി ഒരിക്കലും വാസയോഗ്യമാകില്ലെന്നും ഈ ഗ്രാമത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറി താമസിക്കാൻ ശ്രമിച്ചാൽ
അവരും അവരുടെ കുടുംബവും ശിഥിലമായി പോകുമെന്നും അവർക്കൊരിക്കലും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ആ ശാപം. എന്നിട്ടവർ നിലാവുള്ള പൗർണമി രാത്രിയിൽ ജയ്സാൽമീറിൻ്റെ അതിർത്തികൾ കടന്ന് എങ്ങോട്ടെന്നില്ലാതെ എവിടെയോ പോയി മറഞ്ഞു. തൊട്ടടുത്ത ദിവസം ദിവാൻ സാലിം സിംഗ് ഒരു വലിയ സൈന്യവുമായി കുൽധാരയിലെത്തി. അവിടുത്തെ കാഴ്ചകൾ കണ്ട അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. ചില വീടുകളിലെ അടുപ്പുകളിൽ അപ്പോഴും തീ പുകയുന്നുണ്ടായിരുന്നു. വീടുകൾക്ക് പുറത്ത് വസ്ത്രങ്ങളും കന്നുകാലികളുടെ തീറ്റകളും പാത്രങ്ങളും അതുപോലെ കിടക്കുന്നു. ആ ഗ്രാമത്തിലെല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ ആളുകളുണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, എന്നാൽ വിഗ്രഹങ്ങളുണ്ടായിരുന്നില്ല. ദിവാൻ സാലിം സിംഗും സൈനികരും വീടുകൾ തോറും അരിച്ചു പറക്കിയെങ്കിലും കുൽധാരയിലും മറ്റ് 83 ഗ്രാമങ്ങളിലും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അവിടെ മൂകമായ നിശബ്ദത മാത്രം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ദിവാൻ വല്ലാതെ അസ്വസ്ഥനാവുകയും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്നാൽ ബ്രാഹ്മണ ശാപം ദിവാൻ സാലിം സിംഗിന് ഫലിച്ചതുപോലെ അദ്ദേഹത്തിന് പിന്നെ അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ദിവാൻ സാലിം സിംഗ് മരണപ്പെട്ടു. കുൽധാരയിലെ ആ ബ്രാഹ്മണ ശാപം കുൽധാരയിലെ തെരുവുകൾ എന്നേക്കുമായി നിശബ്ദമായി. സന്ധ്യ കഴിഞ്ഞ് ഇരുൾ മൂടിയ ശേഷം ആരെങ്കിലും കുൽധാരയിൽ അതിക്രമിച്ചു കയറി അന്തിയുറങ്ങാൻ ശ്രമിച്ചാൽ ഏതോ ഒരു മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടതുപോലെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. ആയതിനാൽ കുൽധാര എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറി. സന്ധ്യ കഴിഞ്ഞ് ആരും കുൽധാരയിലേക്ക് കടക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ ധാരാളം കടന്നുപോയി. തലമുറകൾ പലത് മാറി. അടുത്തുള്ള പല ഗ്രാമങ്ങളിലും വീണ്ടും ജനവാസമുണ്ടായി. പക്ഷേ കുൽധാരയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. 200 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും കുൽധാര വിജനമായി തന്നെ കിടക്കുന്നു. കുൽധാരയിൽ താമസിക്കാൻ ശ്രമിച്ചവരുടെ കുടുംബങ്ങൾ നശിച്ചുപോയെന്നും പലരുടെയും കുടുംബവും സ്വത്തും തകർന്ന് ശിഥിലമായി പോയെന്നും ചിലർ മരിച്ചുവെന്നും മറ്റു ചിലർക്ക് മാനസിക രോഗം വന്നുവെന്നും പറയപ്പെടുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കുൽധാരയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പലപ്പോഴും കാൽപെരുമാറ്റങ്ങളും സ്ത്രീകളുടെ കരച്ചിലും കുട്ടികളുടെ കളിചിരികളും കേൾക്കാറുണ്ടെന്ന് സമീപ പ്രദേശവാസികൾ പറയുന്നു. കുൽധാര ഉപേക്ഷിച്ചു പോയ ആ ബ്രാഹ്മണ സമൂഹം എവിടെ പോയെന്നോ അന്ന് രാത്രി അവർക്ക് എന്ത് സംഭവിച്ചെന്നോ ഇന്നും ആർക്കും വ്യക്തമായി അറിയില്ല. എന്നാൽ 200 വർഷങ്ങൾ പിന്നിടുമ്പോഴും കുൽധാരയിൽ വസിച്ചിരുന്നവരുടെ ആത്മാക്കൾ ഇന്നും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് 2 പതിറ്റാണ്ടോളം രാജസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ ജെയിംസ് ടെഡ് എഴുതിയ തൻ്റെ പുസ്തകമായ അനറ്റ്സ് ആൻഡ് ആൻറ്റിക്യൂ ഓഫ് രാജസ്ഥാൻ എന്ന പുസ്തകത്തിൽ കുൽധാരയിലെ ശാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കുൽധാരയുടെ ഈ കഥ അത്രയധികം പ്രശസ്തമായി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി എന്നിങ്ങനെ ഒട്ടനവധി വിദേശ രാജ്യത്തു നിന്നും ശാപം കിട്ടിയ ഗ്രാമമായ കുൽധാര സന്ദർശിക്കാനായി എത്തുന്നുണ്ട്. കുൽധാര സന്ദർശിക്കുന്ന സഞ്ചാരികളും അവർ അവിടെ അനുഭവിച്ച പലതരം വിചിത്രമായ അനുഭവം പങ്കുവയ്ക്കാറുണ്ട്. അതിൽ ആളുകൾക്ക് അസാധാരണമായി അനുഭവപ്പെടുന്ന ഒന്ന് താപനിലയുടെ വ്യത്യാസമാണ്. ഉച്ച സമയത്തും ചുട്ടുപഴുത്തു കിടക്കുന്ന അതികഠിനമായ ചൂടിലും വളരെ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇത് അവിടുത്തെ നെഗറ്റീവ് സാന്നിധ്യത്തിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു അനുഭവം പറയപ്പെടുന്നത് കുൽധാര സന്ദർശിക്കാനെത്തിയ ഒരു കൂട്ടർ സന്ധ്യ ആയതോടെ അവിടെ നിന്നും തിരികെ പോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വാഹനം സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ അവർക്ക് അന്നത്തെ രാത്രി ആ വാഹനത്തിനുള്ളിൽ അവിടെ കഴിയേണ്ടി വന്നു. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ആ കാഴ്ച കണ്ടവർ ആശ്ചര്യപ്പെട്ടു. ആ വാഹനത്തിൻ്റെ ഗ്ലാസുകളിലും വിൻഷീൽഡുകളിലും വശങ്ങളിലും എല്ലായിടത്തുമായി കുട്ടികളുടെ കൈപ്പത്തികളുടെ അടയാളങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. ആരുമില്ലാത്ത ആ പ്രദേശത്തെ ആ രാത്രിയിൽ എങ്ങനെ ഇത്രയും കുട്ടികളുടെ കൈപ്പത്തികളുടെ അടയാളങ്ങൾ വന്നു എന്നത് അവിശ്വസനീയം തന്നെയാണ്. കുൽധാരയിലെ ആ ഗ്രാമത്തിൽ ആരും അതിക്രമിച്ച് കയറാതിരിക്കാനായി നിയമിച്ച ഒരു കാവൽക്കാരൻ്റെ അകലെ വസിക്കുന്ന കുടുംബത്തിൽ ദുർമരണങ്ങൾ പതിവായതും രാത്രിയിലെ അവിടുത്തെ ഭയാനകതയിൽ അദ്ദേഹത്തിന് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നത് കാരണം അദ്ദേഹം ആ പ്രദേശം വിട്ട് ഓടിപ്പോയി. ഈ നിഗൂഢമായ കഥകളും അനുഭവങ്ങളുമാണ് കുൽധാരയെ ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായിരുന്ന ഗൗരവ് തിവാരി, അദ്ദേഹം ഇന്ത്യയിൽ പാരാനോർമൽ സൊസൈറ്റി സ്ഥാപിക്കുകയും
രാജ്യത്തും വിദേശത്തുമായി 100 കണക്കിന് പ്രേതബാധയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹം കുൾധാരയിലും നിരവധി തവണ അന്വേഷണം നടത്തിയിട്ടുണ്ട്. 2010 മുതൽ 2016 വരെയുള്ള 6 വർഷത്തിനിടയിൽ 17 തവണ അദ്ദേഹം കുൾധാരയിൽ വന്നു. അദ്ദേഹം ഇവിടെ ചലിക്കുന്ന നിഴലുകളും കേൾക്കാത്ത ശബ്ദങ്ങളും അദൃശ്യമായ അസ്തിത്വങ്ങളും അനുഭവിച്ചതായി പറഞ്ഞു. കുൾധാരയിൽ 40ഓളം ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2016 അദ്ദേഹം അവസാനമായി കുൾധാരയിലെത്തിയപ്പോൾ ക്യാമറകൾ, EVP ഗോസ്റ്റ് ഹണ്ടിംഗ് റെക്കോർഡറുകൾ, സ്പിരിറ്റ് ബ്ലോക്കുകൾ എന്നിവയെല്ലാം അവിടെ സ്ഥാപിച്ച് നിരീക്ഷണം ആരംഭിച്ചു. വൈകുന്നേരം വരെ എല്ലാം സാധാരണമായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോൾ സ്ഥിതി മാറി. ക്യാമറയിലെ ലെൻസുകൾ പൊട്ടിത്തെറിച്ചു. ബാറ്ററികൾ പെട്ടെന്ന് തീർന്നു. കുൾധാരയിലെ മാളികയിൽ ആരോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധം തണുത്ത കാറ്റ് വീശി തുടങ്ങി. ആ മാളികയിൽ ഒളിഞ്ഞിരുന്ന് തന്നെ എന്തോ നോക്കുന്നുണ്ടെന്ന് ഗൗരവ് തിവാരി പറഞ്ഞു. ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച ശേഷം 2016 ജൂലൈ 7-ന് ഗൗരവ് തിവാരിയെ സ്വന്തം വീടിൻ്റെ ബാത്റൂമിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്ന് അദ്ദേഹത്തിന് വെറും 31 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഡിസ്കവറി ചാനലടക്കം മറ്റ് നിരവധി ചാനലുകളും രാത്രിയിൽ കുൾധാരയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറകൾ ഓഫാവുക, ജനറേറ്റർ കേടാവുക, തണുത്ത കാറ്റിനാൽ അസ്തിത്വമില്ലാത്ത ആത്മാക്കളുടെ ഭീകരതയിൽ പലരും ഭയന്ന് ഓടുകയും ചെയ്തിട്ടുണ്ട്. കുൾധാരയുടെ ഈ കഥ വളരെ പ്രശസ്തമാണ്. കുൾധാര ഗ്രാമം വിജനമാകുന്നതിന് പിന്നിൽ ദിവാൻ സാലിം സിംഗിൻ്റെ ആക്രമണങ്ങളും ബ്രാഹ്മണ ശാപവുമാണെന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ ഗവേഷകർ ശാസ്ത്രീയമായി മറ്റ് കാരണങ്ങളാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കുൾധാരയുടെ സമൃദ്ധിയിൽ ക്രമേണ പ്രതിസന്ധികൾ വന്നതായി നിരവധി ഗവേഷകർ സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് ഗ്രാമത്തിൻ്റെ ജീവനാഡിയായിരുന്ന കാഗിനി നദി മഴയുടെ അഭാവത്താൽ വറ്റാൻ തുടങ്ങി. കിണറുകളും ജലാശയങ്ങളും ക്രമേണ വറ്റിപ്പോയി. ഇത് കൃഷിയെ ആശ്രയിച്ചിരുന്ന പാലുവാടുകളുടെ ജീവിത രീതിയെ സാരമായി ബാധിച്ചു. ഗോതമ്പ്, നെല്ല് തുടങ്ങിയ വിളകളുടെ ഉൽപ്പാദനം കുറയാൻ തുടങ്ങി. മാറിക്കൊണ്ടിരിക്കുന്ന രാജകീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം സിൽക്ക് റൂട്ടിലെ വ്യാപാരവും വളരെയധികം പ്രതിസന്ധി നേരിട്ടു. കൂടാതെ അന്നത്തെ ജയ്സാൽമീർ ഭരണാധികാരികൾ തുടർച്ചയായി നികുതി വർദ്ധിപ്പിച്ചത് പാലുവാലുകളുടെ മേൽ വളരെ വലിയ സാമ്പത്തിക സമ്മർദ്ദമുണ്ടാക്കി. ഈ കാരണങ്ങളാൽ ചില കുടുംബങ്ങൾ ക്രമേണ കുൾധാരയും സമീപ ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. തൽഫലമായി കുൾധാരയിലെ ജനസംഖ്യ ക്രമേണ കുറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ ഗ്രാമം ഏതാണ്ട് പൂർണ്ണമായും വിജനമായി എന്നാണ് ഒരു പഠനം പറയുന്നത്. ഉദയ്പൂരിലെ മോഹൻലാൽ സുഖാഡിയ യൂണിവേഴ്സിറ്റിയിലെ ഭൗമശാസ്ത്രജ്ഞർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, അക്കാലത്ത് ആ പ്രദേശത്ത് ബാധിച്ച ഭൂചലനങ്ങൾ കാരണം കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്തിയ ചുമരുകളും മേൽക്കൂരകളും തകർന്നു വീണ് നിരവധി ആളുകൾ അവിടെ മരണപ്പെട്ടു എന്നും ശേഷിച്ചവർ ആ സ്ഥലം വിട്ടുപോയി എന്നും പറയപ്പെടുന്നു. പല പല കാരണങ്ങൾ കുൾധാരയെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും കുൾധാരയ്ക്ക് ചുറ്റുമുള്ള മറ്റ് പല ഗ്രാമങ്ങളും ജനവാസ കേന്ദ്രമായി മാറിയെങ്കിലും കുൾധാരയിൽ മാത്രം ആളുകൾ പിന്നെ ജനവാസ കേന്ദ്രമാക്കാത്തത് എന്താണ്? കുൾധാരയിൽ ആത്മാക്കളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാകുമോ? കുൾധാര മാത്രം 200 വർഷങ്ങൾക്ക് ശേഷവും വിജനമായി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ അസ്തമിച്ചാൽ കുൾധാരയിൽ ഇപ്പോഴും ആത്മാക്കൾ അലങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാകുമോ? നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കുൾധാര ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ്. ആ ഗ്രാമത്തിനു ചുറ്റും ഇപ്പോൾ മതിലും വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകാരായി എത്തുന്നവർക്ക് ടിക്കറ്റ് വെച്ചുള്ള പ്രവേശന സമ്പ്രദായം നിലവിലുണ്ട്. ആളുകൾക്ക് പകൽ സമയത്ത് ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. പക്ഷേ നിയമം അനുസരിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവിടുത്തെ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഇന്നും കുൾധാരയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹോട്ടലോ റിസോർട്ടോ വലിയ ഗ്രാമങ്ങളോ ഇല്ല. ഇവിടെ തരിശായ മണൽക്കുന്നുകളും ഭയാനകമായ നിശബ്ദതയും മാത്രം. ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് ഭയാനകത ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്.
ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തവും കൗതുകം നിറഞ്ഞതും അറിവ് നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.